പെണ്ണുകേസും ഹണി ട്രാപ്പും ഒന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പുതുമയുള്ള കാര്യങ്ങളല്ല. പ്രത്യേകിച്ച് കർണാടക നിയമസഭയെ സംബന്ധിച്ച് അവിടെ ഇതൊരു പുത്തരിയുമല്ല. പക്ഷേ ഇപ്പോൾ പെട്ടത് ഭരണപക്ഷവും പ്രതിപക്ഷവുമാണ്. ഒറ്റയടിക്ക് 48 പേർ ഈ ഹണി ട്രാപ്പിൽ പെട്ടു എന്ന് പറഞ്ഞത് വേറെ ആരുമായിരുന്നില്ല. പറഞ്ഞ സ്ഥലവും മറ്റെങ്ങുമായിരുന്നില്ല. പറഞ്ഞത് ഒരു മന്ത്രി. നിയമസഭയിൽ തന്നെ ആധികാരികമായി തന്നെ മന്ത്രി പറഞ്ഞു 48 പേർ. അതിൽ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അത് കോൺഗ്രസിൽ മാത്രമല്ല, BJPയിൽ മാത്രമല്ല, മറ്റ് ചെറുതും വലുതുമായ എല്ലാ കക്ഷിയിലും 48 പേർ പ്രാഥമികമായ വിവരമാണെന്നാണ് മന്ത്രി KN രാജണ്ണ പറഞ്ഞത്. അപ്പോൾ എത്ര പേർ പെടുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതായി വരും. കേരളത്തെ സംബന്ധിച്ച് ഈ വാർത്തയ്ക്ക് എന്ത് പുതുമയുണ്ട് എന്നറിയില്ല. 140 അംഗ നിയമസഭയിൽ ഏറെക്കുറെ ഭൂരിപക്ഷം പേരെയും ഒരു വലയിലാക്കിയ സോളാർ ചരിത്രമുള്ള നാടാണിത്. അതുകൊണ്ട് തന്നെ കർണാടകയിൽ അതിന് മുകളിലേക്ക് പോകുമോ അംഗസംഖ്യ എന്ന് മാത്രമാണ് ഓർക്കേണ്ടത്. ഏതായാലും ഹണി ട്രാപ്പിൽപ്പെട്ട ഒരു സംസ്ഥാനമാകെ ആടി ഉലയുകയാണ്. മുഖം രക്ഷിക്കാനായി കോൺഗ്രസും BJPയും അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അന്വേഷണം എത്തിയാൽ എവിടെയൊക്കെ എത്തുമെന്നും ആരൊക്കെ പെടുമെന്നും അറിയില്ല. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പുതിയ വിവാദവും ചർച്ചയായി മാറുന്നത് ഒരു സംസ്ഥാനത്തെ പ്രതിപക്ഷ അംഗങ്ങളെയും ഒപ്പം തന്നെ ദേശീയ നേതാക്കളെയും അടക്കം ട്രാപ്പിൽപ്പെടുത്തിയ പെൺകൊടി ആരെന്നുള്ള ചോദ്യവുമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.